ചാത്തന്നൂർ ജയിച്ച ഗോപകുമാർ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം DCC മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഒരു ദുർബല നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. UDF ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കവിയും 111 വരെ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, 102 സീറ്റിൻ്റെ ഭൂരിപക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ പ്രവചനം അല്പം തെറ്റാൻ കാരണം പ്രതാപൻ അടക്കമുള്ള ചില ആളുകൾ നിസ്സാരമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു, കൊട്ടാരക്കര അടക്കം. അപ്പോൾ ആ പരാജയം കൂടി ഒഴിവാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇത്തവണ ഏതാണ്ട് 110ഓളം സീറ്റുകളിൽ എത്തിച്ചേരുമായിരുന്നു എന്നുള്ളതാണ് സത്യം. 2019 ഞാനിവിടെ വരുമ്പോൾ കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ കേന്ദ്രത്തിലും കേരളത്തിലും ഒരു പ്രതിപക്ഷ MP ആയിരുന്നു. 2024 ഞാൻ 1 ലക്ഷം വോട്ടിന് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും കേന്ദ്രത്തിൽ ഞാൻ പ്രതിപക്ഷ MP ആണ്, കേരളത്തിലും ഞാൻ പ്രതിപക്ഷ MP ആണ്. ഇപ്പോൾ എൻ്റെ മനസ്സ് ആനന്ദസാഗരത്തിൽ ആറാടുകയാണ്. കാരണം എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആദ്യമായി കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 2 സഹപ്രവർത്തകരെ എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിലൊന്ന് ശ്രീ സന്ദീപ് വാര്യറും 2 നീലകണ്ഠനുമാണ്. 2 കോൺഗ്രസ് MPമാർ കാസർഗോഡിൻ്റെ ചരിത്രത്തിൽ, 2 MLAമാർ കാസർഗോഡിൻ്റെ നിരവധി വർഷക്കാലത്തെ ചരിത്രത്തിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. മാത്രമല്ല, ഞാൻ രാവിലെ പറഞ്ഞു 4 MLAമാരെയും കൊണ്ടാണ് ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നതെന്നാണ്. 2 ലീഗിൻ്റെ MLAമാരും 2 കോൺഗ്രസ് MLAമാരും. ഇപ്പോൾ എൻ്റെ കണക്ക് തെറ്റി, 5 MLAമാരെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനും കൂടി ചേരുമ്പോൾ 5 MLAമാരെയും കൊണ്ടാണ് സത്യപ്രതിജ്ഞയ്ക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ പ്രവചനത്തിൽ അത് ഇപ്പോഴും ഞങ്ങളെ സഹായിച്ച ഒരാളെന്നല്ലാതെ UDFൻ്റെ ഭാഗമല്ല അദ്ദേഹം. അതുകൊണ്ട് UDFൻ്റെ 4 MLAമാരെയും കൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഇനിയുള്ള കാര്യത്തിൽ ഞാനും 4 MLAമാരും കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ, വികസന പ്രവർത്തനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മഞ്ചേശ്വരം MLA, കാസർഗോഡ് MLA, ഉദുമ MLA, തൃക്കരിപ്പൂർ MLA, കാസർഗോഡ് പാർലമെൻറ്റ് വരുമ്പോൾ പയ്യന്നൂർ MLA. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 അസംബ്ലി മണ്ഡലമാണുള്ളത്. അതിൽ കാഞ്ഞങ്ങാടും കല്യാശ്ശേരി ഒഴിച്ച് ബാക്കി 5 MLAമാർ UDF ആണ്. അപ്പം അതുകൊണ്ട് ഇത്തവണ കാസർഗോഡിൽ നേതാക്കന്മാർ കുറേ അധികം കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ അടിവരയിട്ട് ഓരോന്നോരോന്ന് സാധിച്ചെടുക്കാൻ ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കും. കാസർഗോഡ് ഒരു കാലത്തും ഉണ്ടാകാത്ത ഒരു വികസന സംസ്കാരം ഇവിടെ കൊണ്ടുവരും. നമ്മുടെ മെഡിക്കൽ കോളേജ് അടക്കം എയിംസിന് വേണ്ടി ഞങ്ങൾ കേരളത്തിലെ കാസർഗോഡ് 5 MLAമാരും ശക്തമായി വാദിക്കും. കാസർഗോഡിൻ്റെ പേരുകൂടി കേരള ഗവൺമെൻറ് കൊടുക്കുന്ന ആ പട്ടികയിൽ ഈ കാസർഗോഡ് ജില്ലയെ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം. എൻഡോസൾഫാൻ അടക്കം ഒരുപാട് വിഷയങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തായാലും എൻ്റെ ഒരു സഹപ്രവർത്തകനും സുഹൃത്തും അതുപോലെ ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളുമായ സന്ദീപ് വാര്യരെ തിരഞ്ഞെടുക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായതിൽ ആ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സന്ദീപ് വാര്യരോടൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ സ്ഥിരമായി താമസിക്കണം. ഈ പറഞ്ഞ പോലെ സന്ദീപ് വാര്യരെ കാണാൻ ഒരു ശുപാർശ കത്തോ ഇടനിലക്കാരോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നേരിട്ട് അദ്ദേഹത്തെ ബന്ധപ്പെടാൻ അവസരമുണ്ടാകത്തക്ക രീതിയിൽ വേണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അതുകൊണ്ട് ഞാൻ ആദ്യം ഇവിടെ മത്സരിക്കുമ്പോൾ 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 5 കൊല്ലക്കാലം ഞാൻ പ്രവർത്തിച്ചപ്പോൾ അത് 1,649,000 മാറി. ഇപ്പോൾ 5,000-ന് താഴെ ഭൂരിപക്ഷം കിട്ടിയ ശ്രീ സന്ദീപ് വാര്യർ അടുത്ത തവണ ഇവിടെ മത്സരിക്കുമ്പോൾ ഈ ഭൂരിപക്ഷം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിന് കഴിയണം. അതുകൊണ്ട് ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ, നമ്മൾ അവരുടെ സേവകരാണ്, ദാസന്മാരാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരടക്കം, കാരണം കയ്യൂർ, കരിവള്ളൂർ, കാവുമ്പായ, മുനയംകുന്ന്, ചീമേനി, പീലിക്കോട് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള മണ്ണിലെ കമ്മ്യൂണിസ്റ്റ്, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് കൂടിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ ജയിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സിറ്റ് പോളുകളിലൊന്നും ആർക്കും കണ്ടുപിടിക്കാത്തൊരു കാര്യം കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകളാണ്. ആ വോട്ടുകൾ കൂട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞ 100 കവിയൊന്നും 111 എത്തിച്ചേരും. സന്ദീപ് വാര്യർ ഇത്തവണ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ ജയിച്ചത്. കാര്യം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഈറ്റില്ലമായ മണ്ഡലമാണ്. ജില്ലാ സെക്രട്ടറി, പിന്നെ പഴയ MLA കൂടിയായ നമ്മുടെ അദ്ദേഹത്തിൻ്റെ
രാജഗോപാലൻ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പോടുകൂടി കാസർഗോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു MLA ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി വന്നിരിക്കുകയാണ്. CPIക്ക് മാത്രമാണ് MLA. കാസർഗോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLA ഇല്ല. MLA ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നു. ഇതുവരെ കോൺഗ്രസിനാണ് MLAമാരില്ലാതിരുന്നത്. ഇപ്പം അത് ആ രോഗം അങ്ങോട്ട് പടർന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് MLAമാരില്ല. അതുകൊണ്ട് ഈ സന്ദീപ് വാര്യരെയും അതുപോലെ തന്നെ ശ്രീ നീലകണ്ഠനെയും UDFന്റെ 5 MLAമാരെയും വിജയിപ്പിക്കാൻ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, പ്രിന്റഡ് ആൻഡ് ഇലക്ട്രോണിക് ആൻഡ് സോഷ്യൽ മീഡിയ ചെയ്ത സേവനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം. ബിജെപിക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 സീറ്റുകൾ കിട്ടിയിരിക്കുകയാണ്. BJPയുടെ സീറ്റിൽ അത് ഒരെണ്ണം കൂട്ടണ്ട. ചാത്തന്നൂർ ജയിച്ച ഗോപകുമാർ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹം DCC മെമ്പറായിരുന്നു. അദ്ദേഹത്തെ ഒരു ദുർബല നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം SNDPയുടെ ചാത്തന്നൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റാണ്. ആ SNDP അല്ലെങ്കിൽ BDJSന്റെ ഭാഗമായിട്ടാണ് അവിടെ മത്സരിച്ചത്. അദ്ദേഹം ജയിച്ചു. അപ്പോൾ അത് BJPയുടെ അക്കൗണ്ടിൽ കൂട്ടണ്ട, NDAയുടെ അക്കൗണ്ടിൽ കൂട്ടാം. മനസ്സിലായത്? BJPക്ക് 2 പേരാണ് ജയിച്ചത്. അതിൽ കയ്യാലപ്പുറത്ത് നിന്ന് മറിഞ്ഞു വീണ പോലെയാണ് മുരളീധരൻ്റെ വിജയം. മനസ്സിലായില്ലേ? 132 വോട്ടിനാണ് ജയിച്ചത്. പിന്നെ മറ്റേ വിജയം അവർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പാർലമെന്റിലും ഒറ്റക്കക്ഷി എന്നുള്ള നിലയ്ക്ക് നിയമത്ത് അവരായിരുന്നു ഏറ്റവും വലിയ പാർട്ടി. പക്ഷേ ആ ഒരു വിജയം ഒഴിച്ചാൽ പിന്നെ മുരളീധരൻ മറിഞ്ഞു വീണു എന്ന് പറയാം. മറ്റേ ചാത്തന്നൂർ ജയിച്ച ഗോപൻ ഒരിക്കലും BJP അല്ല. അദ്ദേഹം SNDPയുടെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റും BDJSുമാണ്. അദ്ദേഹം അവിടെ ജയിച്ചത് BJPയുടെ അക്കൗണ്ടിലല്ല.